കണ്ണൂർ പന്നയൻപാറയിൽ മദ്യലഹരി റെയിൽവേ ട്രാക്കിൽ കിടന്ന മധ്യവയസ്കൻ. ട്രെയിൻ ഇയാൾ കിടന്ന ട്രാക്കിന് മുകളിലൂടെ കടന്നുപോയി. സംഭവത്തിന് ദൃശ്യം 24. അരുൺ പൂപ്പറമ്പ ചേർന്നു. അരുൺ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞെങ്കിൽ കാര്യം മാറിയേനെ. എന്താണ് വിശദാംശങ്ങൾ? ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? സുഹൈല്, കണ്ണൂർ പന്നേൻപാറയിൽ ഇന്ന് വൈകിട്ടോടെ നടന്ന സംഭവത്തിന്റെ ദൃശ്യമാണ്. ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. റെയിൽവേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ചിറക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു മധ്യവയസ്കനാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന സംശയം റെയിൽവേ പോലീസിന് ഉണ്ട്. കാരണം അയാൾ അങ്ങനെ ട്രാക്കിൽ നിൽക്കുന്നു. ട്രെയിൻ വരുന്ന സമയത്താണ് അയാൾ ഈ ട്രാക്കിലേക്ക് കിടക്കുന്നത്. പെട്ടെന്ന് ട്രെയിൻ കണ്ടപ്പോൾ ഭയന്ന് ട്രാക്കിലേക്ക് കിടന്നതാകാം എന്ന നിഗമനത്തിലാണ് റെയിൽവേ പോലീസ് എന്തായാലും ഉള്ളത്. ഇയാൾ ചിറക്കൽ സ്വദേശിയാണ് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുക്കും. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുക്കും എന്ന് തന്നെയാണ് റെയിൽവേ പോലീസ് പറയുന്നത്. കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് നടപടിയിലേക്ക് കടക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ രക്ഷപ്പെടൽ, അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. പെട്ടെന്ന് അയാൾ റെയിൽവേ ട്രാക്കിൽ കിടന്നതുകൊണ്ട് മാത്രമാണ്, അതായത് ആ നടുഭാഗത്ത് കിടന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എന്തായാലും റെയിൽവേ പോലീസ് ഇയാൾ മദ്യലഹരിയിൽ ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക്, ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് റെയിൽവേ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. എന്തായാലും ആ തിരിഞ്ഞ നടത്തം ഹീറോയിസം ലെവലിലാണ്. രക്ഷപ്പെട്ടു. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ. എന്തായാലും സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.